നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യം ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം, ഭരണഘടനാ ഭേദഗതി സൃഷ്ടിക്കാൻ പോകുന്ന സാമൂഹ്യ രാഷ്ട്രീയ ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അഭ്യാസമാണോ മോഡി നടത്തിയത്? അതെയോ യഥാർത്ഥത്തിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യത്തോടുള്ള ഒരു പ്രതിക്രിയയാണ്? ഇതാണ് ഞാൻ മലയാളി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ CP നാരായണൻ, CPIM നേതാവ്, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, SNDP യോഗം മുൻ പ്രസിഡന്റ്, ശ്രീനാരായണ സഹോദര ധർമ്മവേദി വർക്കിംഗ് പ്രസിഡന്റ്, ഡോക്ടർ ഫസൽ ഗഫൂർ, പ്രസിഡന്റ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫ് കേരള, അതോടൊപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ, ശ്രീ നന്ദൻ നമ്പൂതിരി, യോഗക്ഷേമ സഭ വക്താവ്, വിനീത വിജയൻ, ദളിത് ആക്ടിവിസ്റ്റ് ഗവേഷകൻ, അഡ്വക്കേറ്റ് BRM ഷഫീർ, KPCC മാധ്യമ സമിതി, S സുവർണകുമാർ, ദേശീയ പിന്നോക്ക സമുദായ യൂണിയൻ വൈസ് പ്രസിഡന്റ്, അഡ്വക്കേറ്റ് M മനോഹരൻ പിള്ള, ജനറൽ സെക്രട്ടറി, നാഷണൽ EBC ക്യാമ്പയിൻ കമ്മിറ്റി, ശ്രീജിത്ത് പണിക്കർ, സാമൂഹിക നിരീക്ഷകൻ. CP, സാമ്പത്തിക സംവരണത്തിന്റെ കാണാപ്പുറങ്ങൾ ഒരുപക്ഷെ താങ്കൾ കാണുന്നതിന്റെ അപ്പുറത്ത് വേറെ ആരെങ്കിലും ഇതിൽ കാണുന്നുണ്ടോ? 3-4 തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അപ്രതീക്ഷിതമായ, അവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ തോൽവി വന്നപ്പോൾ അതിന് കാരണം സവർണ ഹിന്ദുക്കളിലെ വോട്ട് നഷ്ടപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് 11-ാം മണിക്കൂറിലുണ്ടായി. BJP ആ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതാണിപ്പോൾ സംഭവിക്കുന്നത്. താങ്കൾ ഇതിനോട് യോജിക്കുമെങ്കിലും ഇതിന്റെ രാഷ്ട്രീയമായ വശത്തെ താങ്കൾ കാണുന്നുണ്ട്? ഞാൻ കാണുന്നില്ല. ഇത് ഞങ്ങളുടെ പാർട്ടി സാമൂഹ്യ അടിസ്ഥാനത്തിലുള്ള സംവരണത്തോടൊപ്പം തന്നെ അല്ലാത്ത മേഖലകളിലെ ദരിദ്രർക്ക് ഒരു സംവരണം വേണം. പക്ഷെ അത് ഭരണഘടന ഭേദഗതി ചെയ്താൽ മാത്രമേ കഴിയൂ. ഒരു യോജിപ്പിന്റെ മേഖലയുണ്ട് അവിടെ. അല്ല, ഇത് പക്ഷെ ഇപ്പൊ ചെയ്തതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സമയത്തെ കുറിച്ചാണ് താങ്കളുടെ ആക്ഷേപം. കാരണം ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചത് സാമൂഹ്യമായ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പുരോഗതി വേണം. സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആദ്യം പരിഗണന, അത് കഴിഞ്ഞ് സാമ്പത്തികമായി പിന്നോക്കം അവരെയും കൈപിടിച്ച് ഉയർത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്താതെ, പാർലമെന്റിൽ പോലും പ്രതിപക്ഷവുമായിട്ട് ആലോചിക്കാതെ പെട്ടെന്ന് ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. ശ്രീ വിദ്യാസാഗർ, താങ്കൾ ദീർഘകാല ഈ സംവരണ വിഷയങ്ങളെ കുറിച്ചൊക്കെ വലിയ അപഗ്രഥനം നടത്തിയിട്ടുള്ള ആളാണ്. പാവപ്പെട്ട ആൾക്കാർ അവർ മുന്നോക്ക ജാതിയായി പോയി എന്നൊരു കാരണത്താൽ അവർ തള്ളപ്പെടാൻ പാടില്ല. മുന്നോക്ക ജാതി ആയിപ്പോയത് കൊണ്ട് അവർ തള്ളപ്പെടാൻ പാടില്ല. മുന്നോക്ക ജാതിയിൽപ്പെട്ട സെഗ്മെൻറ്റ്സ് അനുഭവിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ട്, പിന്നോക്കാവസ്ഥ, അതിനൊരു പരിഹാരമാകും ഈ സംവരണം എന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇത് വിഭാവനം ചെയ്ത കാലത്ത് തന്നെ, ഇത് വിഭാവനം ചെയ്തവർ അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ബൗദ്ധിക ശേഷിയും രാഷ്ട്രതന്ത്രജ്ഞതയും ഒക്കെയുള്ള മഹാമനുഷ്യന്മാരാണ്. അപ്പോൾ അതൊരു പരിഹാരമാകുമായിരുന്നുവെങ്കിൽ ഐ എം ഷുവർ അന്ന് തന്നെ ഇതിനുള്ള വ്യവസ്ഥകൾ നമ്മുടെ വലിയ പുസ്തകത്തിൽ, മഹാനായ അംബേദ്കർ കൂടി നേതൃത്വം കൊടുത്ത ആ വലിയ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയല്ല, ആ വിഷയം അവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ച ചെയ്തതിന് ശേഷവും അത് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മാറ്റുകയായിരുന്നത്. ആൻഡ് മോറോവർ റിമെമ്പർ, ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 299, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി, ആ 299 പേരിൽ മഹാഭൂരിപക്ഷവും ഈ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട വലിയ രാഷ്ട്രീയക്കാരും ആയിരുന്നു എന്നുള്ളതാണ് സത്യം. വിദ്യാസാഗർ പറഞ്ഞതിന് ചുരുക്കം എന്ന് വെച്ചാൽ, ഇതിന്റെ ഈ ഭരണഘടനയുടെ തന്നെ പ്രമൈസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ദാർശനിക അടിത്തറ തന്നെ ഈ പറഞ്ഞ സാമ്പത്തികമായ സംവരണത്തിന് എതിരായിരുന്നു. പക്ഷെ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭരണഘടന തന്നെ എത്രയോ നൂറിലേറെ തവണ, എത്രയോ 150 എത്രയോ തവണ ഭേദഗതി ചെയ്തപ്പോൾ
ഭരണഘടനാ ശില്പികൾക്ക് കാണാൻ കഴിയാത്ത പല ഇടങ്ങളും ഉണ്ടായി എന്നുള്ളതുകൊണ്ടല്ലേ? എഗ്രീഡ് സമ്മതിച്ചിരിക്കുന്നു. ബട്ട് ഏത് തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഉൾപ്പെടുത്തിയോ ആ ദിശയിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് ഏറെക്കുറെയെങ്കിലും എത്താൻ കഴിഞ്ഞുവോ? ദാറ്റ് ഈസ് അധികാര പങ്കാളിത്തം ഇല്ലാത്തവരെ ഒരളവ് വരെയെങ്കിലും അധികാര പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു എന്ന് നമ്മൾ സമ്മതിച്ചാൽ ടു വാട്ട് എക്സ്റ്റെന്റ് നമുക്ക് മുന്നോട്ട് എത്താൻ കഴിഞ്ഞു എന്തെങ്കിലും ഒന്ന് പരിശോധിക്കണ്ടേ? ഓക്കെ, ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾക്ക് സമാനമായ അഭിപ്രായമായിരിക്കാം ഉണ്ടാകാൻ സാധ്യത. എനിക്ക് കേരള നിങ്ങളെ ചർച്ച ചെയ്യുന്ന അധികം കേരള പരിസ്ഥിതി വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ കാണുന്ന ഓൾ ഇന്ത്യയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സംവരണം ഓൾ ഇന്ത്യ പ്രിൻസിപ്പിളാണ്. ഏതെങ്കിലും സംസ്ഥാനത്ത് പിന്നോക്ക സമുദായങ്ങൾ മുന്നേറി എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. അതിനൊന്ന് കമ്മീഷനുകൾ വെക്കണം. ഇവിടെ ഇതിൽ തന്നെ കമ്മീഷനെ വെക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ RTI അനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഹിന്ദുവിലുണ്ട് RTI പ്രൊഡ്യൂസ് ചെയ്ത് അതനുസരിച്ചിട്ട് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി 25 വർഷമായിട്ട് പോലും OBCകൾ 20% പോലും എത്തിയിട്ടില്ല. ഈവൺ ദോ റിസർവേഷൻ ഇസ് 27% OBCകൾ. അപ്പുറത്തെ ഭാഗത്ത് മുസ്ലിം വിഭാഗം പെടുന്നുണ്ട്. ആ മുസ്ലിം വിഭാഗം 4-5% കിടക്കുകയാണ്. അപ്പോൾ പാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു കണക്ക് വേണം ഇതിന്. കേരളത്തിൽ നമ്മൾ അല്ല നിങ്ങൾ പറയുന്നു കണക്ക് പ്രൊഡ്യൂസ് അല്ല കേക്ക് കേരളത്തിലെ കണക്ക് പ്രൊഡ്യൂസ് ചെയ്യൂ. കാരണം നമ്മുടെ കേരളത്തിലെ സച്ചാർ കമ്മീഷൻ കണക്കനുസരിച്ചിട്ട് ഞാൻ സച്ചാർ കോട്ട് ചെയ്യാം അനുസരിച്ചിട്ട് മുസ്ലിം സമുദായം OBC ആണല്ലോ ഇവിടെ. അപ്പോൾ അതിൻ്റെ കണക്കായാലുള്ളൂ. മണ്ഡലിൻ്റെ റിപ്പോർട്ടിൽ ഉള്ള കണക്ക് ഇവിടെ ഇല്ല. മറ്റേ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. മനസ്സിലെ നരേന്ദ്രൻ കമ്മീഷൻ്റെ ബാക്ക്ലോഗ് ലത്തീൻ കത്തോലിക്ക മുസ്ലിം അതേമാതിരി തന്നെ നമ്മുടെ സച്ചാർ കമ്മീഷനിൽ 12% കേരളത്തിൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ 10% സർവീസിലുള്ളൂ എന്നാണ് കാണിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ 27% മുസ്ലിം ഉള്ളിടത്ത് അവർ 3% ഉള്ളൂ എന്നല്ല കാണിക്കുന്നത്. ഇതെല്ലാം ഫാക്ട്സ് ആണല്ലോ. പല കമ്മീഷനുകളിലൊന്നും അതുകൊണ്ട് മറ്റവർക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രീ നാരായണൻ പറഞ്ഞതുമായി തന്നെ ഞാൻ യോജിക്കുകയാണ്. ഇത് ചാടിക്കേറി രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ചെയ്യേണ്ടതല്ല. ഇതൊരു പഠനം നടത്തണം. എന്താ പറയുക, കേരളത്തിലെ നായർ സമുദായം ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ കത്തോലിക്ക സമുദായം ഒരു മേഖലയിലും പുറകിലല്ല. അത് ഞാൻ ഇവിടെ ചാലഞ്ച് ചെയ്യണം മാറ്റർ. പക്ഷെ നായർ സമുദായത്തിന്റെ വിഭാഗം ഒരു മേഖലയിലും വിദ്യാഭ്യാസത്തിലോ സാമ്പത്തികമായിട്ടോ വിദ്യാഭ്യാസത്തിലോ സാമ്പത്തികം എടുത്തിട്ടുണ്ട് ഞാൻ. മനസ്സിലായി, എഡ്യൂക്കേഷൻ അടക്കം. ഞാൻ വിദ്യാസാഗർ പറഞ്ഞതിനോട് അങ്ങനെ പൂർണ്ണമായിട്ട് യോജിച്ചുകൊണ്ടല്ല പറയുന്നത്. അത് എടുക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയാം. എടുക്കാം, നമുക്ക് സാമ്പത്തികം കൂടെ നമുക്ക് എടുക്കാം. സാമ്പത്തികം എടുത്തുകൊണ്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഉള്ള പരാതി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ മുസ്ലിം വിഭാഗങ്ങളെല്ലാം ഗൾഫിൽ പോയി, അല്ലെങ്കിൽ മറ്റുള്ള OBC വിഭാഗം ഈഴവ വിഭാഗമൊക്കെ കച്ചവടമൊക്കെ ചെയ്ത് വളർന്നു. അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ പ്രൈവറ്റ് മേഖലയിലൊക്കെ സെക്ടറിൽ ഇഷ്ടംപോലെ ജോലികളും മറ്റുള്ളതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് ഒരു പാരിറ്റിയിലൂടെ അവർ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് വാദം. ആ വാദത്തിന് ഞാൻ എതിർക്കുന്നില്ല. എൻ്റെ പോയിന്റ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഡ്യൂസ് ചെയ്യണം. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ സമുദായങ്ങളൊക്കെ തുല്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ബ്രാഹ്മണരിക്കുന്നുണ്ടല്ലോ, അവർ വളരെ പുറകിലാണ് സാമ്പത്തികമായിട്ടും. അല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. താങ്കൾ കത്തോലിക്കരെ മാത്രമാണ് ആണ് എന്താണ് അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 177 കോളേജ് കേരളത്തിലുള്ളതിൽ ദീപക് അറിയാലോ എത്ര 84 കോളേജുള്ള ഒരു കമ്മ്യൂണിറ്റി പിന്നോക്കമാണ്. ദളിതുകൾക്ക് 2 കോളേജേ ഉള്ളൂ. അപ്പോഴോ ദളിത് വിഭാഗത്തിന് 2 കോളേജാണ് എയ്ഡഡ് എയ്ഡഡിലാണ് ഇവിടുത്തെ മുഴുവൻ സർക്കാർ ശമ്പളം കൊടുത്തു. ശ്രീ ഫസൽ ഗഫൂറിനെ ഖണ്ഡിക്കാൻ വേണ്ടി മനോരമ പിള്ള തയ്യാറായിരിക്കുകയാണ്. അല്ല, എന്തെങ്കിലും ഒരു പോയിന്റ് പറയാനുണ്ടോ പെട്ടെന്ന് താങ്കൾക്ക് ഇതിനോട്? ഫസൽ ഗഫൂർ പറഞ്ഞത് ഇതിനൊരു ആൾ ഇന്ത്യ ലെവലിലുള്ള ഒരു പിക്ചർ എടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ കേരളം എടുത്തോളം പറഞ്ഞേ. കേരളം എടുത്തു കഴിയുമ്പോൾ ശ്രീ മനോരമ പിള്ള നോക്കുന്നത് വെച്ചാൽ ഞാനും ഫസൽ ഗഫൂർ നിൽക്കുന്നു. ഫസൽ ഗഫൂറിന് സംവരണം പിന്നെ മണ്ഡൽ കമ്മീഷൻ ശുപാർശ ചെയ്യുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ അതിനകത്തില്ല. എന്തു പറ്റിയത്, എങ്ങനെയാ അത് വന്നതെന്നുള്ള കാര്യം ഫസൽ ഗഫൂറിന് അറിയാം. അവസാനം പിന്നോക്ക കമ്മീഷനെ കൊണ്ട് സീതാറാം കേസരി മന്ത്രിയായിരിക്കുമ്പോൾ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും AK ആന്റണിയും കൂടെ മുൻകൈ എടുത്ത് കമ്മീഷൻ തീരുമാനിച്ചതിന് ശേഷമാണ് അല്ലാണ്ട് മണ്ഡൽ കമ്മീഷൻ ശുപാർശ ചെയ്തതിൽ കേരളത്തിലെ മുസ്ലിങ്ങളില്ല. അല്ലല്ല, അത് ശരിയല്ല. മുസ്ലിം സമുദായ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് കൃത്യമായി എങ്ങനെയാണ് മണ്ഡൽ കമ്മീഷൻ അങ്ങനെയാണ് പറയുന്നത്. പരിശോധിച്ച് നോക്കൂ. മണ്ഡൽ കമ്മീഷൻ പറയുന്നത് രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയിട്ടാണ് സീതാറാം കേസരിയായിരുന്നു മന്ത്രി. കമ്മീഷനെ കൊണ്ട് കേസരി പിന്നോക്കക്കാരനാണ്, അതുകൊണ്ടാണ് കോൺഗ്രസ് പിന്നോക്കക്കാരനാണ്. അതുകൊണ്ട് നിൽക്കട്ടെ, അവിടെ അല്ല ഇതിൽ ഇഷ്യൂ എന്ന് പറയുമോ. മണ്ഡൽ കമ്മീഷന്റെ വാക്കുകൾ എന്തറിയോ,
My reservation should not be on the basis of religion. It is based on caste. Wait, caste is equal. Caste is occupation in India. Caste is occupation. അപ്പം മുസ്ലിമുകളുടെ ഇടയിൽ ഫോർ എക്സാമ്പിൾ അൻസാരി എന്ന് വിഭാഗം എന്ന് പറഞ്ഞാൽ അത് തയ്യൽക്കാരനാണ്, മനസ്സിലല്ലേ, അല്ലെങ്കിൽ വീവറാണ്. അപ്പോൾ അതിന് ഹിന്ദു വിഭാഗമാണ് രംഗറേസ് അല്ലെങ്കിൽ പത്മശാലി എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം. അപ്പോൾ ഈ വിഭാഗങ്ങൾ, അപ്പോൾ ഡോബി മുസ്ലിം ആയാലും ഡോബി ക്രിസ്ത്യാനി ആയാലും അതിൻ്റെ ബേസിസിലാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മുസ്ലിമുകൾ ഇവിടെ ബാക്ക്വേർഡ് ആണെന്ന് ഒരുപാട് കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉള്ളത് കൊണ്ട് അങ്ങനെയാണ് ഉൾപ്പെടുത്തിയത്. അല്ല, സീതാറാം രണ്ട് പ്രയോഗം ഉണ്ടായിരുന്നു, മുസ്ലിം അതുമായുണ്ടായ ഡിസ്പ്യൂട്ടിന്റെ പേരിൽ ഇത് അതിനകത്ത് പെടുത്തിയിട്ടില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ മുണ്ടൽ കമ്മീഷൻ റിപ്പോർട്ട്? ഞാൻ ആധികാരികമായിട്ട് പറയുക. മാത്രമല്ല നമ്മുടെ കേസിലുള്ള സാധ്യതയുണ്ട്. കുഴപ്പമില്ല, ഏത് കേസ് നേരിടാൻ തയ്യാറാണ്. ഒന്നും വേണ്ട. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അബ്ദുൾ സേട്ട് എന്ന് പറഞ്ഞ ആളുണ്ട്. അയാൾ എഴുതിയൊരു പുസ്തകമുണ്ട് കേരളത്തിന്റെ സംവരണത്തെ പറ്റി. അതിനകത്ത് ഇത് കൃത്യമായി ഇത് വിശദീകരിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ഇത് കിട്ടിയെന്നത്. അഡ്വക്കേറ്റ് മനോഹരമുള്ള വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, അതായത് കരുണാകരനും എ കെ ആന്റണിയും കൂടി ഗൂഢാലോചന നടത്തി. കുഞ്ഞാലിക്കുട്ടിയുടെ നിയമസഭയിലെ പ്രസംഗമുണ്ട് അതിനെപ്പറ്റി. ഓക്കെ, എന്തായാലും നമ്മൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ ഒരു കണ്ടൻഷൻ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. മുസ്ലിമുകളിൽ രണ്ട് വിഭാഗം ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. കേരളത്തിൽ ഓൾ ഇന്ത്യ തന്നെ ഉണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞ കാണിച്ചാൽ നമുക്ക് പരിശോധിക്കാം, എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം വെച്ചാൽ ഓൾ ഇന്ത്യയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്, അതായത് ഫോർവേഡ് കാസ്റ്റ് രണ്ടിൽ കൂടുതൽ അല്ല, മുസ്ലിം OBC FC SC ഉണ്ട്, മുസ്ലിം മൂന്ന് വിഭാഗമുണ്ട് മുസ്ലിമുകളുടെ. ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്യുന്ന കാലത്ത് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് മാത്രമേ ഒരു സംവരണം വരുന്നുള്ളൂ. 1977 മണ്ഡൽ കമ്മീഷൻ അല്ല, എതിർക്കുന്നു, ഞാൻ എതിർക്കുന്നു. കാക്ക കേലക്കർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന 52-ലാണ്. ആ കാക്ക കേലക്കർ കമ്മീഷൻ ബാക്ക്വേർഡ് ക്ലാസ് ആണ്. ജവഹർലാൽ നെഹ്റു ആണ് അതിന് തുറക്കം വെച്ച്. ഞാൻ പറയുന്നു, ജവഹർലാൽ നെഹ്റു അതിനെ തുറക്കം വെച്ചു. 52 OBC കമ്മീഷൻ ശില്പികളുടെ മനസ്സിൽ അതുണ്ടായിരുന്നില്ല. 52 അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്, പട്ടേൽ ഒഴികെ ബാക്കി എല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർ പിന്നോക്കമായിട്ട് കണ്ടില്ല എന്നതിന്റെ അർത്ഥം. ഫസ്റ്റ് കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് അപ്പോയിന്റ് ചെയ്തത് 1952-ലാ. 55-ൽ അതിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട്. അന്ന് 40% ആണ് റിക്കവർ ചെയ്തത്. ഓക്കെ, തിരിച്ചു വരാം. നമുക്ക് ശ്രീ നന്ദൻ നമ്പൂതിരി, റിസർവേഷൻ കൊണ്ടൊക്കെ എത്ര കണ്ട് ഇവിടെ നമുക്ക് മുമ്പാക്കം പോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കണം. അതിലൊന്നു തന്നെ റിസർവേഷൻ ഭരണഘടന ദാനം ചെയ്തതാണ് എന്തൊക്കെ പറയുന്നതിൽ വിയോജിപ്പുണ്ട്. 1932 ഇവിടെ ഒരു നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് ഈഴവ സമുദായവും ഇസ്ലാം വിഭാഗവും കൂടിയിട്ട് ഇവിടെ തിരുവിതാംകൂറിൽ നടത്തി. ക്രിസ്ത്യാനികളില്ല അതില്. ഇസ്ലാമും കൂടുതലായിട്ട് ഇസ്ലാം ഈഴവ വിഭാഗങ്ങളാണ് അതിൽ വന്നേക്കുന്നത്. കൊച്ചിയിലും അത് കഴിഞ്ഞിട്ട് ഹിന്ദുക്കൾക്ക് മാത്രമേ അന്ന് സർക്കാർ ഉദ്യോഗം ഉണ്ടായിരുന്നുള്ളൂ. എന്താ കാരണം വെച്ചാല് ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ദേവസ്വം ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഏത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും ആ അധികാരം കിട്ടണമെങ്കിൽ സവർണർക്ക് മാത്രമേ. 32 നടപ്പിലാക്കിയതാണ് റിസർവേഷൻ. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞിട്ടും തിരുവിതാംകൂറില് ഇന്നും വളരെ പിന്നാക്കം കിടക്കുന്ന ഈ എല്ലാ വിഭാഗക്കാരും ഉണ്ട്. ഇപ്പൊ ഈഴവ സമുദായത്തിലായാലും ഉണ്ട്, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലായാലും ഉണ്ട്. താങ്കൾ ഈ ഭരണഘടനാ ഭേദഗതി എങ്ങനെ കാണുന്നു? ഭരണഘടനാ ഭേദഗതിയെ അത് സ്വാഗതം ചെയ്യണമെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇൻകം മാത്രമല്ല, അതിൽ വേറെയും കുറെ കാരണങ്ങളുണ്ട്. കാരണം അതിൽ വേറെയും കുറെ ലിമിറ്റേഷൻസ്, 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീട് പാടില്ല, ഇങ്ങനെയൊക്കെ ചില ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. അത് ഈ ക്രീമി ലെയർ ബാധകമാക്കിയിരുന്ന നേരത്തെ സുപ്രീം കോടതി. അല്ല, ഇതില് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ല ഒരു മിനിറ്റ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈഴവ സമുദായത്തിലെ ഒരാള് അതിന്റെ ഒരു റിസർവേഷനിൽ വിദ്യാഭ്യാസം നേടുന്നു. ആ റിസർവേഷനിൽ തന്നെ ജോലിയിൽ വരുന്നു. ജോലിയിൽ വന്നു കഴിഞ്ഞാൽ അയാൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒരു ഉന്നത ശ്രേണിയിലേക്ക് എത്തി. അയാൾക്ക് അയാളുടെ മക്കളെ നല്ല കോച്ചിങ് കൊടുത്ത് നല്ല പഠിപ്പ് കൊടുത്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു തവണ കയറിയ ആളുകൾ തന്നെ ഈ പിന്നോക്കക്കാരുടെ പേരിലുള്ള ആനുകൂല്യങ്ങൾ പിന്നെയും പിന്നെയും ഇപ്പോഴും കിടക്കുക. വരുമാനത്തിന്റെ പരിധിയിൽ വരണു. അല്ലാണ്ട് തന്നെ വരുമാനത്തിന്റെ കാര്യത്തില് അല്ലാണ്ട് തന്നെ ഈ ക്രിമിനൽ ലെയറിൽ പെട്ട അത്ര വരുമാനം ഇല്ലാത്ത കുറെ ആൾക്കാർ, എന്നാൽ കുട്ടികളെ നന്നായി പഠിപ്പിക്കാനും
അതേപോലെ തന്നെ സാമൂഹികമായിട്ട് മുമ്പാക്കുക, അവരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഓക്കെ, നന്ദൻ എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അത് ഒരു പ്രാവശ്യം സംവരണം കിട്ടിയ ഒരാളുടെ കുടുംബത്തിലെ ഒരാളെ പിന്നീട് സംവരണത്തിന് പരിഗണിക്കാൻ പാടില്ലെന്നാണ്. പരിഗണിക്കാൻ പാടില്ല, അതാണ് പുതിയ സംഭവം. അതാണ് നിലപാട്. വിനീത വിജയൻ എങ്ങനെ കാണുന്നതിനെ? ബ്രിട്ടേഴ്സ് ആദ്യം പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന 2.5 മാസത്തിനുള്ളിൽ ഇന്ത്യ നേരിടാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് മാത്രമാണ് എന്ന് ആണ് ആദ്യം അടിവരയിട്ട് പറയേണ്ടത്. കാരണം ഇത് അനുകൂലിച്ച് വോട്ട് ചെയ്തവർക്കും പ്രതികൂലിച്ചവർക്കും കൃത്യമായി ബോധ്യമുള്ള കാര്യം ഉണ്ട്. ഇത് ഒരിക്കലും സുപ്രീം കോടതിയിൽ ഇത് പാസ്സാകാൻ പോകുന്നില്ല. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു കൺകെട്ട് വിദ്യ മാത്രമാണ്. തീർച്ചയായിട്ടും അതെ. കാരണം കൃത്യമായി നമുക്കറിയാം, ഇത് രാഷ്ട്രപതി ഇതിനെ അംഗീകരിച്ചത് കൊണ്ടോ രാജ്യസഭയോ ലോകസഭയോ ഇത് പാസ്സാക്കിയത് കൊണ്ടോ മാത്രം ഇത് ഈ ബില്ല് നിയമമാക്കപ്പെടുന്നില്ല. അവിടെ കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടക്കും. അവിടെ ഉയർത്തപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ഉയർത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് ഈ ഭരണഘടനയിലെ സംവരണം എന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിന്റെ അന്തസത്തയെ ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ വരും. ഉണ്ട് എന്ന് തന്നെയാണ്, ആ അന്തസത്തയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇതിന് ബ്രിട്ടാസ് തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഇതിന് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ഭരണഘടന ഭേദഗതി വരുന്നത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതെ, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഈ പറയുന്ന അമെന്റ്മെന്റുകളെല്ലാം വന്നിട്ടുള്ളത്. സാമുദായിക സംവരണം മാത്രമായിരുന്നു അതിന്റെ എല്ലാം വിഷയങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇപ്പം OBC കാറ്റഗറിയെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെ. അതുപോലെ എനിക്കൊരു ചോദ്യം, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ പല ഘട്ടങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സംവരണം ഒഴിച്ചുതാൻ പറഞ്ഞ ഫീസിന്റെ ഇളവ്, എത്രയോ എതിർക്കുന്നത് സാമ്പത്തികമായ സംവരണമല്ല അവിടെ ആവശ്യമുള്ളത്. സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് സാമ്പത്തിക സഹായങ്ങളാണ് ആവശ്യമുള്ളത്. സംവരണമല്ല ആവശ്യം. ഷഫീർ എങ്ങനെ കാണുന്നു? ഷഫീർ, ഞങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആശയം ഇന്ത്യൻ പാർലമെന്റിൽ അകത്തും പുറത്തും ആദ്യമായിട്ട് ഉന്നയിച്ച പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. 1991 ശ്രീ നരസിംഹറാവുവിന്റെ കാലത്താണ് ആദ്യമായി ഒരു വിജ്ഞാപനമായി. അത് ഭരണഘടനാ ഭേദഗതി ആയിട്ടായിരുന്നില്ല. അതായിരുന്നു അതിന്റെ അപകടം. അല്ല, ഞങ്ങൾ പിന്തുണച്ചല്ലോ. ഞങ്ങൾ പിന്തുണയ്ക്ക് കാര്യമുണ്ട്. എന്നറിയോ ഞങ്ങള് പിന്നോക്ക ദുർബല വിഭാഗങ്ങളുടെ 49.5% സംവരണത്തിൽ തൊടാതെ ഈ രാജ്യത്ത് മുന്നോക്കക്കാരനായി ജനിച്ചു പോയതിന്റെ പുറത്ത് ഈ തെരുവുകളിൽ പിന്നെ പപ്പടം കാച്ചുന്ന, പപ്പടം വിറ്റ് ജീവിക്കുന്ന പാവങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്ന് പറയുന്നത് ഞങ്ങളുടെ ജനകീയമായ നിലപാടിന്റെ പ്രശ്നമാണ്. അത് ഞങ്ങൾ നരസിംഹറാവുവിന്റെ കാലഘട്ടം മുതൽ ഞങ്ങളുടെ നിലപാടതാണ്. ആ നിലപാട് പറയുമ്പോൾ ഇവിടെ ഫസൽ കപൂർ സാർ ഉൾപ്പെടെ ഇരിപ്പുണ്ട്. അതൊരിക്കലും മുസ്ലിമിന്റെയോ ദളിതന്റെയോ പിന്നോക്കക്കാരന്റെയോ സംവരണത്തെ എടുത്തു മാറ്റിക്കൊണ്ട് മുന്നോക്കക്കാരന് കൊടുക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ അങ്ങനെയല്ല, 49.5 നിന്നും ഒരു അര കഴഞ്ച് പോലും കുറയ്ക്കാതെ ജനറൽ കാറ്റഗറിയിൽ നിന്നും മുന്നോക്ക സമുദായത്തിലെ അതീവ ദുർബലരായിട്ടുള്ള പാവങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളത്. എനിക്കറിയാം താങ്കളുടെ സാധ്യത 50 നിന്ന് 40ആയി. എന്റെ മാത്രമല്ല, ഇന്ത്യയിലെ മെറിറ്റുള്ള എല്ലാ ആൾക്കാരുടെയും, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും സാധ്യതകൾ 50% നിന്ന് 40ആയി മാറുന്നു. വിദ്യാസാഗറും ഞാനും ഫോർവേഡ് കാസ്റ്റ് തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. അപ്പൊ ഞങ്ങളെ ഫോർവേഡ് കാസ്റ്റ് അല്ല, വിദ്യാസാഗർ ഫോർവേഡ് കാസ്റ്റ് ആകാൻ ക്രീമി ലെയറിൽ വന്നാൽ ഫോർവേഡ്, അങ്ങനെയല്ല എന്റെ കറക്റ്റ്. ഏത് കാറ്റഗറി അത് ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാ. ഇപ്പൊ എല്ലാവരും പറയും, മൊത്തത്തിൽ നോക്കുമ്പോഴേ ഈ ഇസ്ലാം വിഭാഗത്തില് സവർണവർണ്ണ വ്യത്യാസമില്ല എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. അവിടെ മീൻ വെക്കണവരും ചെരുപ്പ് കുത്തിയോളൊന്നും നല്ല ഇസ്ലാം ഗൾഫിൽ പോയി ഭയങ്കര പൈസക്കാരായി. അത് നേരെ. വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ വ്യത്യാസം നിലനിൽക്കണില്ല. കറക്റ്റാണ്. അല്ല, നന്ദന ഒരു തർക്കത്തിലേക്ക് പോകില്ല. പക്ഷെ ഷഫീർ മനസ്സിലാക്കേണ്ട കാര്യം, ഓൾറെഡി ദർ ഇസ് എ ഡൈലൂഷൻ. ഒരു ഡൈലൂഷൻ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, തിരിച്ചു വരാം. ഈ ഭരണഘടനാ ഭേദഗതി പെട്ടെന്ന് ഗവൺമെന്റ് നമ്മുടെ ഈ സർക്കാർ കൊണ്ടുവന്നത് ഒരു വാസ്തവത്തിൽ ഒരു വലിയ ഒരു ഇരുട്ടടിയാണ്. ആർക്ക് ഇരുട്ടടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇരുട്ടടിയാണ്. കാരണം ഇത് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാതെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദിവസങ്ങൾ മാത്രം ബാക്കി ശേഷിക്കുമ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്നൊരു അമെൻമെന്റ് കൊണ്ടുവന്ന് പാസ്സാക്കുക. അതിന് എല്ലാ പാർട്ടികളും അതിനെ പിന്തുണച്ചു. ആ പിന്തുണച്ചതിന്റെ കാര്യം ഈ സവർണ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം പിന്തുണച്ചു. അവർക്ക് സവർണ വോട്ട് ആവശ്യമാണ്. പക്ഷേ ഈ സംവരണത്തെ സംബന്ധിച്ച് സംവരണത്തിന്റെ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണം. അത് 15-4, 16-4 എന്ന ഭരണഘടന വ്യവസ്ഥയുണ്ട്.
അല്ലാതെ ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നേരത്തെ വിദ്യാസാഗർ പറഞ്ഞതുപോലെ അവർക്ക് വേറെ ആനുകൂല്യങ്ങൾ കൊടുക്കാമല്ലോ. ഇത് നമ്മൾ ഈ രാജ്യത്തെ സംബന്ധിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഈ അടിസ്ഥാനപരമായി ജാതി തിരിച്ചുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ ഇവിടെ പിന്നോക്കക്കാർക്ക് നേരത്തെ ഇവിടെ നമ്പൂരി പറഞ്ഞു 36 മുതൽ സംവരണം കിട്ടുന്നുണ്ട്. ശരിയാണ്, ഇവിടുത്തെ കേരളത്തിൽ ആദ്യമായി സംവരണം ഏർപ്പെടുത്തിയത് നിവർത്തന പ്രക്ഷോഭണത്തിലൂടെയാണ്. ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു സായിപ്പായിരുന്നു, GD ഇനോക്സ് എന്ന് പറയുന്ന സായിപ്പായിരുന്നു. ആ സായിപ്പിൻ്റെ കാലത്ത് മുതലാണ് സംവരണം ഏർപ്പെടുത്തി തുടങ്ങിയത്. ഇവിടുത്തെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അതേപോലെ തന്നെ ഈഴവനും എല്ലാം സംവരണം, പട്ടികജാതിക്കാരും എല്ലാം സംവരണം ഏർപ്പെടുത്തി. പക്ഷേ ആ സംവരണത്തിൻ്റെ ആനുകൂല്യം പരിശോധിക്കണമെങ്കിൽ ജാതി തിരിച്ചുള്ള ലിസ്റ്റ് വേണം. ആ ജാതിയെ ലിസ്റ്റ് വലിച്ചാൽ 8% സംവരണം പോലും ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾക്കും ദളിതർക്കും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അത് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ. സുവർണകുമാർ, അതിനിടയ്ക്ക് വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. അതായത് പിന്നോക്ക വിഭാഗങ്ങളിലെ ചില പ്രത്യേക ജാതികൾക്ക് ഓവർ റെപ്രസെന്റേഷൻ വരുന്നുണ്ട്. ഇല്ല, അങ്ങനെ വരുന്നില്ല, തെറ്റാണത്. അത് തെറ്റാണ്. ഇല്ലില്ല, ഓവർ വന്നെന്ന് പറഞ്ഞില്ല. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓവർ റെപ്രസെന്റേഷൻ ക്ലാസ് 4 തസ്തികയില് ഈഴവ കമ്മ്യൂണിറ്റിക്ക് കുറച്ചുണ്ടെന്ന് കണ്ടു. അന്നാണ് ഈഴവ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേഷൻ അന്നുണ്ടായിരുന്നതിന് 1% 2% വെട്ടിക്കുറച്ചു. കുറയ്ക്കാൻ സമ്മതിച്ചു. SNDP യോഗത്തിന്റെ പ്രസിഡന്റായിരുന്നു രാഘവൻ വക്കീൽ, അന്ന് മന്ത്രി യോഗത്തിലായിരുന്നു. വെള്ളാപ്പള്ളി പരസ്യമായിട്ട് ചോദിച്ചതല്ലേ ജസ്റ്റിസ് നരേന്ദ്രന്റെ രക്തം പരിശോധിക്കണം. അല്ല, പരിശോധന പറഞ്ഞാൽ ഈഴവനാണോ അല്ലല്ല, അത് അന്ന് പറഞ്ഞ ഈഴവ കമ്മ്യൂണിറ്റി, ഞാൻ പറഞ്ഞോട്ടെ, അത് വ്യക്തമാക്കണം. ഈഴവ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ റെപ്രസെന്റേഷൻ കിട്ടിയിട്ടില്ല, അതിലും കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പൊ NSS-SNDP കൂടെ തമ്മിൽ ഐക്യമായി, അതൊക്കെ പോയി. ഒരു കാര്യം പറയണം. 50 വർഷമായിട്ട് ഞാൻ കേരളത്തിലെ സ്ഥിതിയെ പറയണേ, 50 വർഷമായിട്ട് ഒരു മന്ത്രിയോ ഒരു MLA ഒരു കോർപ്പറേഷൻ മേയറോ ഒരു മുനിസിപ്പൽ ചെയർമാനോ ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോ അല്ലെങ്കിൽ ഒരു തസ്തികയിലും ഇരിക്കാത്തൊരു വിഭാഗമാണ് ഈ നമ്പൂതിരി വിഭാഗം. അല്ലല്ല, ഒരു നമ്പൂതിരി വൈസ് ചാൻസലർ ആയിട്ടുണ്ട്. ഒരു നമ്പൂതിരി വൈസ് ചാൻസലർ ആയിട്ടുണ്ട്. അല്ല, അതൊരു കാര്യമുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ പറയാം. അല്ല, ഒരു നമ്പൂതിരി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടെന്ന് പറയാം. പക്ഷെ അയാളെന്നെ പറയുന്നത് ഞാൻ നമ്പൂതിരിയാണ്. ഇവിടെ 3 ദേവസ്വം ബോർഡുകളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്. ഈ 3 ദേവസ്വം ബോർഡുകളുടെ കണക്കുകൾ പരിശോധിക്കണം. നമ്മൾ കണക്ക് അതിന് ജാതി തിരിച്ചുള്ള ലിസ്റ്റ് പബ്ലിഷിക്കുകയാണെങ്കിൽ 41,000 ഉദ്യോഗങ്ങളാണ് മൊത്തം ഉള്ളത്. 41,000 ഉദ്യോഗങ്ങളെന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ അടിച്ചുതളി മുതൽ തന്ത്രി വരെ, അതുപോലെ കോളേജിലും സ്കൂളുകളിലുമുള്ള പ്യൂൺ മുതൽ പ്രിൻസിപ്പൽ വരെയുള്ള ഇതെല്ലാം കൂടെ പഠിച്ചാൽ 41,000 ഉദ്യോഗങ്ങളാണ് മൊത്തം കൊടുത്തിട്ടുള്ളത്. അതിൽ 37,000 ഉദ്യോഗങ്ങൾ നായർ സമുദായത്തിന് കൈയടക്കി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാ രംഗത്തുമുണ്ട്. ദിവസം മാത്രം എടുക്കാൻ പാടില്ല, എല്ലാ മേഖലയും എടുക്കണം. ശ്രീജിത്ത് പറയൂ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇവരോടൊപ്പം താങ്കൾ നിൽക്കുകയാണോ അതോ ഇവരിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്? അല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഒരു രീതി പലപ്പോഴും നമ്മൾ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു റൈറ്റ് ആണെന്നുള്ള രീതിയിലാണ് ഈ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രിവിലേജ് ആയിരുന്നു. കാരണം നമ്മളിവിടെ ശ്രീ വിദ്യാസാഗറൊക്കെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറിൻ്റെ സങ്കല്പങ്ങളെ പറ്റി പറഞ്ഞു. അദ്ദേഹം പോലും ഈ കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ എന്നുള്ളതിന് തത്വത്തിലെതിരായിരുന്നു. അദ്ദേഹത്തിന് തന്നെ പുസ്തകങ്ങളുണ്ട്, കാസ്റ്റ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, അദ്ദേഹത്തിൻ്റെ അസംഖ്യം പ്രസംഗങ്ങൾ. ഇതിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിഭാവനം ചെയ്യുന്ന സമയത്ത് 10 വർഷത്തേക്ക് എന്ന രീതിയിലായിരുന്നു ആദ്യം ഇത് ചെയ്തത്. അംബേദ്കർ പേടിച്ചിട്ട് സമ്മതിച്ചാ, പൂന ഉടമ്പടിയും പേടിച്ചിട്ട് ഒപ്പിട്ടതാ. കാരണം I fear that there will be a backlash against the poor of my community. Hence I am signing Pune Pact. വസ്തുതകൾ പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തന്നെയാണ് അംബേദ്കറുടെ വാക്കുകൾ. I regret the Pune Pact എന്ന് പറഞ്ഞു. അംബേദ്കർ അങ്ങനെ ഭീരുവായിരുന്നു. Pune Pact അല്ലെങ്കിൽ Pune Pact BJPയുടെ തൊഴുത്തിലുള്ള എംപിമാര്, BJPയുടെ തൊഴുത്തിലിരിക്കുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് എംപിമാര്, because they are being elected by the forward caste. ഫോർവേഡ് കാസ്റ്റുകളാണ് എലക്ട് ചെയ്യുന്നത്. 7ാം ദിവസമായപ്പോഴത്തേക്കും ആരോഗ്യം അപകടമായി. ഞാൻ വസ്തുതാപരമായി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെയോ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെയോ ഉദ്ധരിച്ച് തന്നെയാണ് ഈ പറയുന്നത്, അല്ലാതെ ഊഹാഭാവങ്ങളുടെ ഒന്നിൻ്റെയും പേരിലല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ രീതിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് ഈ ജാതി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിന്, അതായത് സാമുദായിക സംവരണം എന്ന് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം ഇവിടെ വന്നു. സാമുദായിക സംവരണം എന്ന് പറയുന്നതിനെ മാറ്റിക്കൊണ്ട്
ഉയർന്ന വിഭാഗത്തിലുള്ള ആൾക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന EWS എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ, ഫോർവേഡ് കാസ്റ്റ്, ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ നിലവിൽ പുതിയൊരു അമെന്റ്മെന്റ് കൊണ്ടുവരികയാണ്. 15(6), 16(6) എന്നീ ക്ലോസുകൾ കൊണ്ടുവരികയാണ്. ഇനി ഇനീഷ്യലി ഇതിലൊരു കൺസേൺ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് കണ്ടത്, മറ്റുള്ള വിഭാഗങ്ങളിലെ അവർക്ക് കിട്ടുന്ന സാമുദായിക സംവരണത്തിന് ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളതാണ്. ഇത് കുറയില്ല. കാരണം ഇവിടെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഓൾറെഡി ഇത് നിലനിൽക്കുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ 49% എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ മറാത്ത ശ്രീ ഫസൽ ഗഫൂർ ഞാൻ പറയുന്നത് മറാഠ കമ്മ്യൂണിറ്റിക്ക് 16%, അത് കൊടുക്കുമ്പോ 55% മഹാരാഷ്ട്രയിൽ. അധികം പോകണ്ട, തൊട്ടടുത്ത തമിഴ്നാട്ടിൽ 69% തമിഴ്നാട്ടിലുണ്ട്. ഇത് പലപ്പോഴും സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തതാണ്. 69% ഉണ്ടാവുന്ന കാര്യമുണ്ട്. ഇൻ തമിഴ്നാട് ദ ഫോർവേഡ് കാസ്റ്റ് ഓൺലി കൺസ്റ്റിറ്റ്യൂട്ട് 5% ഓഫ് ദ പോപ്പുലേഷൻ. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് ദ റീസൺ. അങ്ങനെയല്ല. ഞാൻ പറയുന്നത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ 9th ഷെഡ്യൂൾ അതിനെ ഉൾപ്പെടുത്തി എങ്കിലും ജുഡീഷ്യൽ റിവ്യൂലാണ്. സുപ്രീം കോടതി അതിൽ ഇടപെട്ടിട്ട് ഇതിന് പരാതി ഉണ്ടായ സാഹചര്യങ്ങളിൽ സുപ്രീം കോടതി പറഞ്ഞതുപോലും ആനുപാതികമായി ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾ 19% അധികം സീറ്റുകൾ നൽകൂ എന്നാണ്. ഇതിനെ എതിർത്തിട്ടല്ല പറഞ്ഞത്, ആനുപാതികമായി 19%. അഭിപ്രായ പ്രകാരം ഇത് ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള സംവരണം ഭരണഘടനയുടെ സ്വത്വവുമായി ബന്ധപ്പെട്ട് പോകുന്നതാണോ, അതിന് വിഘാതമാണോ? വ്യക്തിപരമായി സംവരണം എന്നുള്ളതിന്, അതായത് സാമ്പത്തികമായാലും സാമുദായികമായാലും ജോലിയിലുള്ള സംവരണം എന്നുള്ളതിന് അടിസ്ഥാനപരമായി എതിരായിട്ടുള്ള ഒരാളാണ് ഞാൻ. പണിക്കരുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് മാത്രം അതിനെ പരിഗണിക്കണം. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാനൊരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളല്ല. വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആശങ്കകൾ പുലർത്തിയ ഒരു വ്യക്തി ഡോക്ടർ അംബേദ്കർ തന്നെയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അസമത്വത്തിന്റെ വിളനിലത്താണ് ഞാൻ ജനാധിപത്യത്തിന്റെ വിത്ത് വിതച്ചതെന്ന് പറയുന്നുണ്ട്. ആ അസമത്വം ജാതി അസമത്വമായിരുന്നു. അതിനെ അടിവരയിട്ട് തന്നെയാണ്, അതിനെ അഭിസംബോധന ചെയ്തു തന്നെയാണ് സംവരണം. അങ്ങനെയാണെങ്കിൽ പണിക്കർ, will you agree that Ambedkar പറഞ്ഞത് I am not a Hindu, the SC/ST should not be included under the Hindu category? അത് നിങ്ങൾ അഗ്രിയോ? ആയിക്കോട്ടെ. അല്ലല്ല, ഞാൻ പറയുന്നത് അംബേദ്കർ ഹാസ് എ റൈറ്റ് ടു ഹിസ് ഒപ്പീനിയൻ. അതിനെനിക്ക് യാതൊരു അദ്ദേഹത്തിന്റെ അഭിപ്രായവും ഭരണഘടനയും കണ്ടാണ്. എനിക്കൊരു ശ്രീത്തിനോടൊരു ചോദ്യം. അതായത് ഈ രാജ്യത്തെ ദളിതർക്ക് സംവരണം ഉണ്ടായില്ലായിരുന്നെങ്കിൽ അവര് ഈ സർക്കാർ ജോലിയുടെ 4 അയൽവക്കത്ത് വരുമായിരുന്നു. എന്തിനേറെ ഡോക്ടർ പൽപുവിനെ പോലുള്ള ആൾക്ക് ഇവിടെ തിരുവിതാംകൂർ ജോലി കിട്ടാതെ സംസ്ഥാനം കിടക്കേണ്ടി വന്നു. ആ ഒരു പശ്ചാത്തലമുള്ള സ്ഥലമാണ്. ഡോക്ടർ പൽപു അപേക്ഷ കൊടുത്തപ്പോഴേ നിനക്ക് 5 തെങ്ങ് കരവരുവായി തന്നെ പോയി ചെത്ത് ജീവിച്ചോളാൻ സർക്കാർ. എന്താ മനോഹരമുള്ള മിണ്ടാണ്ടിരിക്കണേ. മഹാരാജാവ് പറഞ്ഞല്ല ഞങ്ങൾ ഉത്തരവാദിത്തം. ഉറപ്പല്ലേ? ബാക്കി എല്ലാ കാര്യത്തിലും മഹാരാജാവിനെ പിന്തുണയ്ക്കുന്നതാണല്ലോ. രാജസ്ഥാനിലെ മീണ ഏറ്റവും ഉന്നതിയിലെ നന്ദൻ ശ്രീ 70 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അംബേദ്കർ വിഭാവനം ചെയ്തിരുന്ന 1950-കളല്ല നമ്മൾ ഈ പറയുന്നത്. അതിനുശേഷം 70 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സാമൂഹിക അവസ്ഥയെ പറ്റിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒരു സെക്കൻഡ്, ഞാൻ 70 വർഷം കഴിഞ്ഞു. നിങ്ങൾ മധ്യപ്രദേശിലെ ഉത്തർപ്രദേശിലെ പോലെ ദളിതിന്റെ അവസ്ഥ കാണും. അതിന്റെ അർത്ഥം എന്തിനേറെ ഉത്തർപ്രദേശിൽ പോയി ഒരു മുസ്ലിമിന്റെ അവസ്ഥ കാണാം. ദളിതിനേക്കാളും മോശമാണ്. അതിന്റെ അർത്ഥം ദളിതിനേക്കാളും മോശമാണ്. ഇവിടെ അത് നടപ്പാക്കിയത് ശരിയായ രീതിയിലല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ സാമൂഹികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെ
മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് മാത്രം സാമൂഹ്യപരമായ പിന്നോക്കത്തിലല്ല. താങ്കൾ ഉദ്ദേശിക്കുന്ന സാമൂഹ്യപരമായ മുന്നോട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സാമ്പത്തികമല്ല എങ്കിൽ രക്തത്തിലാണോ നിറത്തിലാണോ താങ്കൾ കാണുന്നത്? സംവരണത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ സാമൂഹ്യപരമായ വിദ്യാഭ്യാസമായി പിന്നോക്കം നിൽക്കുന്നവർ അവർക്ക് അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ, സർവീസിൽ അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ കിട്ടുന്നവരെ സംവരണം തുടരണമെന്ന ഈ അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ കിട്ടേണ്ട ആളുകൾക്ക് മറ്റവർക്ക് വീണ്ടും സംവരണം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ കിട്ടത്തില്ല. ഒരിക്കലും അതിന് മാറ്റം വരുത്തണം. കുറെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് തിടുക്കത്തിലാണ് ചെയ്തതെന്ന് CP പറഞ്ഞു. ഇതേ ജിമ്മിക്ക് തന്നെ 2014 കോൺഗ്രസ് തീരുമാനിച്ചതാണ്. കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് നടപ്പാക്കിയില്ല. സിൻഹു കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഗവൺമെന്റ് തന്നെ തീരുമാനിച്ച് വെച്ച കമ്മീഷനാണ്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് 2010 മുതൽ 2014 വരെ വെച്ചിരിക്കുകയാണ്. 2014 കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി തീരുമാനിച്ചു 1000 കോടി രൂപ ബഡ്ജറ്റ് അലോക്കേഷൻ വരെ പോയത് കോൺഗ്രസിന്റെ അകത്തെ ഇൻഫൈറ്റ് കാരണം അത് തട്ടി നൈപുണ്യ വികസനത്തിലേക്ക് മാറ്റി. അപ്പൊ ഇപ്പൊ കോൺഗ്രസ്സുകാർ പറഞ്ഞു അതൊന്നും നോക്കണ്ടല്ലോ. അല്ലല്ല, ഇന്ദിരാസാനി കേസ് വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ മുന്നോക്ക വിഭാഗങ്ങൾക്കുള്ള മാത്രമല്ല അതിന് മുമ്പ് തന്നെ മണ്ഡൽ ചർച്ചയിൽ രാജീവ് ഗാന്ധിയുടെ പ്രസംഗമുണ്ട് 2007 പാർലമെന്റിൽ. 2017 കൃത്യമായി പറഞ്ഞു. 2009 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ട് 2009. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും അടർത്തി മാറ്റിയിട്ട് മുന്നോക്കക്കാരനെ കൊടുക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഫോർവേഡ് കാസ്റ്റുകൾ മാത്രമല്ല, ക്രീമി ലെയറിൽ പെട്ടുപോയിട്ടുള്ള ബാക്ക്വേർഡ് ക്ലാസ്സുകൾ അടക്കമുള്ളവർക്ക് ഇതുവരെ 50% ഉണ്ടായിരുന്നു റിസർവേഷൻ. ഈ 10 പോകും തോറും ഉദാഹരണം ഞാൻ ഏറ്റവും വളരെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. എനിക്ക് 50% സീറ്റിൽ മത്സരിക്കാവുന്ന എന്റെ കുട്ടിയൊക്കെ മത്സരിക്കാവുന്ന ഇപ്പൊ 40%. അങ്ങനെ ഇന്ത്യ വൈസ് അപ്പൊ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന്, അതായത് 5 സൂപ്പർ സ്പെഷ്യാലിറ്റി സീറ്റിലേക്ക് മത്സരിക്കാമായിരുന്നെങ്കിൽ ഇനി നാളെ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ മക്കൾക്കോ പേരക്കിടാങ്ങൾക്കോ 4 ഉള്ളൂ. മാത്രമല്ല ഞാൻ എന്റെ മണ്ഡൽ കമ്മീഷൻ ശുപാർശ പ്രകാരം ഉള്ള എത്ര ഇന്ത്യയിലെ സമുദായങ്ങളുടെ 6400 കണ്ട് ഈയിടെ അടുത്ത സമയത്ത് പദ്ധതി വന്നു. ഈ 27% എന്നിട്ട് കണക്കെടുത്ത് നോക്കുക, ആർക്കും കിട്ടുന്നില്ല. അത് തന്നെയാണ് മുന്നോക്ക സമുദായങ്ങളുടെ സ്ഥിതി. ഭാരതീയ ജനതാ പാർട്ടിയുടെ ധ്രുവീകരണ പൊളിറ്റിക്സ് രാഷ്ട്രീയം പറയാൻ എന്നാൽ ഇപ്പൊ ഒരു ധ്രുവീകരണം ഉണ്ടായല്ലോ. ഇനി രണ്ടാമത്തെ ധ്രുവീകരണം അവരുണ്ടാക്കണമെന്നോ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, OBC എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അത് പിളർക്കാൻ പോകണം. അതിനുവേണ്ടി ജാതി കൂടെയാണ്, ജാതിയുടെ എണ്ണം കൂടെയാണ്, ജാതി സംവരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രീംലി ബാക്ക്വേർഡ്, മോസ്റ്റ് ബാക്ക്വേർഡ്, അങ്ങനെ ആക്കണം. ഇപ്പുറത്തെ ഭാഗത്ത് എക്കണോമിക്കലി ബാക്ക്വേർഡ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ മുഴുവനും ജാതിയുടെ പേരിൽ തട്ടായിട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ. ഇതില് ഈ സംവരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിൽ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഭരണഘടനയിൽ പറയുമ്പോൾ അത് വിദ്യാഭ്യാസവും തൊഴിലും തുല്യമായിട്ട് പറയുന്നുണ്ട്. വിദ്യാഭ്യാസപരമായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 20 വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഈ സ്വകാര്യ മേഖലയ്ക്ക് ഫീസില്ലാത്ത മറ്റേ ഗവൺമെൻറ് അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്വകാര്യ മേഖലയ്ക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിലായാലും ഉന്നത വിദ്യാഭ്യാസത്തിലായാലും അവിടെയാണ് ഏറ്റവും കൂടുതൽ സീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസൽ ഗഫൂർ പറയുന്ന ആ 50% അവിടെ ഇല്ല ഇപ്പോൾ. കാരണം അത് മുഴുവൻ സ്വകാര്യ മേഖല. അവിടെ നിങ്ങൾക്ക് ഫീസ് കൊടുത്ത് മറ്റേ സവർണനാണെങ്കിലും അവർണനാണെങ്കിലും മുന്നോക്ക ജാതിയാണെങ്കിൽ പിന്നോക്ക ജാതിയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും പൈസ കൊടുത്തേ പറ്റൂ. അതാണ് മുഴുവൻ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഗവൺമെൻറ് ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ചർച്ച ചെയ്യണമായിരുന്നു. ഇവിടെ വന്നത് അതാണ്, സമൂഹത്തിൽ ചർച്ച ചെയ്യണമായിരുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ചർച്ച ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് എന്ന് അവകാശപ്പെട്ട് വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിന്റെ ഒരു മറുവശമുണ്ട്. അതായത്
ഇന്ത്യയിലെ വ്യവസായങ്ങൾ വലിയ വലിയ ക്യാപിറ്റലിസ്റ്റുകളിൽ 90% സവർണതയിലാണ്. സമ്മതിക്കോ? നിക്ക് സമ്മതിക്കോ? അതിൽ ഒരു ദളിത്തിന്റെ പേര് പറയൂ. അതിന്റെ അർത്ഥം 1% മാത്രമേ ഗവൺമെന്റ് ജോലിയുള്ളൂ. 1% ഗവൺമെന്റ് ജോലി. ഈ 99% കിടക്കുമ്പോ അവിടെ പിന്നോക്ക മണ്ഡൽ കമ്മീഷനോടൊപ്പം തെളിവെടുക്കാൻ നടന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഈ 52% പിന്നോക്ക സമുദായക്കാരാണെന്ന് അദ്ദേഹം വിധി എഴുതി. ഇന്ത്യയുടെ ജനസംഖ്യയിൽ 52% പിന്നോക്കക്കാരാണ്. അത് ദളിതുകൾ വേറെയാണ്. ആ 52%-ൽ 50% സംവരണം പാടുള്ളത് എന്ന് തീരുമാനിച്ചതാരാണ്? ഇവിടുത്തെ സുപ്രീം കോടതിയാണ്. ആരും അല്ലാതെ പാർലമെന്റ് ഒന്നും തീരുമാനിച്ചില്ല. സുപ്രീം കോടതി ഒരിക്കൽ പറഞ്ഞു 50%-ൽ കൂടാൻ പാടില്ല. അതുകൊണ്ട് 22%. അതൊരു സവർണ തീരുമാനമായിരുന്നു. സവർണ തീരുമാനമായിരുന്നു. സുപ്രീം കോടതിയിലെ സവർണ തീരുമാനമാണ്. കോടതിയിൽ 95% സവർണ ജഡ്ജിമാരാണ്. ഒരു സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ ഒരു തീരുമാനത്തെ താങ്കൾ ജാതിയുടെ അടിസ്ഥാനത്തിലാണോ വ്യാഖ്യാനിക്കുന്നത്? സുപ്രീം കോടതി ജഡ്ജിമാരിൽ 90% സവർണ ജഡ്ജിമാരാണ്. സംശയമില്ല കാര്യത്തിൽ. അതൊരു സത്യമാണ്. അപ്പൊ അവർ സവർണ മനോഭാവത്തോടെയാണ് വിധി പ്രഖ്യാപിച്ചത്. അതുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും വരുമല്ലോ. ഇന്ത്യൻ ഹൈക്കോടതികളിൽ 2% പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ജഡ്ജിമാർ 2% താഴെയുള്ളൂ. Less than 2%. They constitute 22% as per population. 25. സാമുദായിക സംവരണത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? നിങ്ങൾക്കൊരു കേടും പറ്റില്ലല്ലോ എന്ന് ഇദ്ദേഹം പറഞ്ഞല്ലോ. അതിനൊരു മറുപടി എനിക്ക് പറയാനുണ്ട്. കാരണം ഇന്ത്യയിലെ ഇൻകം ടാക്സ് അടയ്ക്കാനുള്ള പരിധി 2.5 ലക്ഷം രൂപയാണ്. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ആകെ 5% ആളുകൾ മാത്രമാണ് ഈ 8 ലക്ഷം, ഇവർ പറയുന്ന 8 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളതെന്ന് പറയുന്നു. അപ്പോ ഈ 95% ആളുകളും ഈ രേഖ പ്രകാരം സാമ്പത്തിക സംവരണത്തിന് അർഹരാണെങ്കിൽ ഈ 95% പേർക്കും കിട്ടുന്ന ഒരു സാധനം എങ്ങനെയാണ് സംവരണം എന്ന് പറയുന്നത്? ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് അവർ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സംവരണം എന്ന് പറയുന്നത് ഒരു ടാർഗറ്റഡ് ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ലക്ഷ്യം. ഇതെന്താ കാരണം വെച്ചാൽ ഇന്ത്യയിലെ 95+98% വരുന്ന ആൾക്കാരെ സംവരണത്തിൽപ്പെടുത്തി കഴിഞ്ഞാൽ അത് സംവരണമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് രണ്ട് ശ്രീ മനോഹരൻ പിള്ള. ഒന്ന്, ഇല്ലാത്തൊരു സാധനത്തിന്റെ സംവരണം. ഞാൻ പറയാം ഇല്ലാത്തൊരു ഒന്ന് പറയാൻ വോട്ടാണെങ്കിൽ താങ്കളോട് പറയട്ടെ. പ്രകടനപത്രികയിൽ എഴുതി വെച്ചിട്ട് കാര്യമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞതാ, ഇപ്പോഴല്ല. ഇപ്പോഴത്തെ അല്ല, ഈ 2016 പ്രകടനപത്രിക. 2016 കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറഞ്ഞതാ. ദേവസ്വം ബോർഡില് സംവരണം ഏർപ്പെടുത്തി വെല്ലുവിളിക്കുന്നല്ലോ. ആരും എന്താ കേസിന് പറഞ്ഞു? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഓഡിറ്റ് നടത്തണം. ഓരോ സംസ്ഥാനത്തുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കണം. ആ സാഹചര്യങ്ങൾ പരിശോധിച്ച് ഏതൊക്കെ ജാതി, ഇപ്പം ഓഫീസിൽ തന്നെ വ്യത്യസ്തമായ ജാതികളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ചില ജാതികൾക്ക് സംവരണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ജാതികളെ മണിയാണി വിഭാഗത്തിൽപ്പെട്ട ഓഫീസിൽ വരുന്നതാണ്. ആ മണിയാണി വിഭാഗത്തിൽപ്പെട്ട വടക്കൻ മലബാറിലുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവര് എക്കണോമിക്കലി സോഷ്യലി ഏറ്റവും ഉന്നതിയിൽ തന്നെ നിൽക്കുന്നതാണ്. മണിയാണിയിലുള്ള വിഭാഗത്തിൽ ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ? ഒരു ശത്രുവില്ല. പിന്നെ ഇവിടെ ഇപ്പൊ സംവരണം ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ. ഈ സംവരണം കൊണ്ട് എത്ര പേർക്കാണ് ശരിക്കും പറഞ്ഞ ആനുകൂല്യം കിട്ടുന്നത്? ആ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മുന്നോക്ക വിഭാഗത്തിൽ തന്നെ ആർക്കും ഇതിന്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഒന്നത് ഈ വ്യവസ്ഥ വെച്ചതുകൊണ്ട്. മറ്റൊന്ന് ഇന്ത്യ രാജ്യത്ത് വ്യവസ്ഥ നികത്തപ്പെടുന്നില്ല. സർക്കാർ സർവീസുകളിലൊക്കെ തസ്തികകൾ നികത്തപ്പെടാതെ നിൽക്കുമ്പോൾ ഈ സംവരണം ആർക്കാണ് ലഭ്യമാവുന്നത്? ഞാൻ ഒരു കാര്യം താങ്കളോട് പറയട്ടെ. ഒരു സെക്കൻഡ്. ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സായി. ചട്ടങ്ങൾ ഫ്രെയിം ചെയ്യണം. ചട്ടങ്ങൾ ഫ്രെയിം ചെയ്യുമ്പോൾ അതിനകത്ത് യഥാർത്ഥ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കുക. അത് CP ഒരു നിയമനിർമ്മാണ സഭയിൽ. പക്ഷെ ഒരു കാര്യം, പക്ഷേ ശ്രീ മനോഹരൻ പിള്ള, അങ്ങനെ ആണെങ്കിൽ പോലും
ഈ ബില്ലിന്റെ ഭാഗമായി വന്നതാണ് ഈ 8 ലക്ഷം രൂപയും. അല്ല, അത് പ്രസംഗമാണ്, മന്ത്രി ഗെലോട്ടിന്റെ പ്രസംഗമാണ്. അതെ അതെ, പക്ഷെ അത് മാനദണ്ഡമായി തീരുമാനിക്കുമോ? പാർലമെന്റ് ചർച്ച ചെയ്യണം. മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് EMS-ഉമായി ചർച്ച ചെയ്തുകൊണ്ട് അവിടെ സമ്മേളന പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാവരും അംഗീകരിച്ചതാണ്. ഒരു ചോദ്യം, അതായത് ഈ സോഷ്യൽ ഓഡിറ്റ് നടത്തണം, വളരെ കറക്റ്റാണ്. അത് ഡോക്ടർ ഫസൽ ഗഫൂറും പറഞ്ഞിരുന്നു, പരിശോധന നടത്തണം, ഇത് എവിടേക്കാ പോയിട്ടുള്ളത്, ആർക്കാ ഗുണം കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ താങ്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മണിയാണിക്ക് വേണ്ട, അതായത് മണിയാണിക്ക് വേണ്ട. അതെങ്ങനെയാണ്? ഉദാഹരണം പറഞ്ഞതാണ്. മനസ്സിലാത്ത എന്ത് മാനദണ്ഡ പ്രകാരം അദ്ദേഹം പ്രഖ്യാപിച്ചത്? EMS-ന്റെ ഗവൺമെന്റ് ഇരിക്കുന്ന കാലത്ത് ഭരണപരിഷ്കാര കമ്മീഷൻ 58-ലാണ് റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ടിനകത്ത് തന്നെ അത് കറക്റ്റാണ്. EMS-ന് നേതൃത്വത്തിലുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ 1958 ശുപാർശ ചെയ്തതാണ് ഈ പറഞ്ഞ വിവാദപരമായ ചോദ്യം. അത്തരത്തിലുള്ള നയങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടല്ലേ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം CPM-ന് വലിയ പരിക്ക്, CPM CPI-ക്ക് വലിയ പരിക്ക് ആന്ധ്രാപ്രദേശിലും ബീഹാറിലും ഉണ്ടായത്. ഇതിന് കാരണം ശ്രീ നാരായണൻ പറയൂ. അതായത് നിൽക്കട്ടെ, നിങ്ങൾ ഒരു കാര്യം കൂടെ, ഫൈസാബാദ് നിയോജകമണ്ഡലം CPI-യുടെ മിത്രസെൻ യാദവിന്റെ കയ്യിലായിരുന്നു. അയോധ്യ നടക്കുമ്പോൾ അവര് ഇൻക്ലൂഡിംഗ് അയോധ്യ CP കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അതൊക്കെ പോകാനുള്ള കാരണം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനോട് മോഹൻ തിരിച്ചു നിന്നുകൊണ്ടല്ലേ എന്ന് ഞാൻ ഈ വേദിയിൽ ചോദിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായ നേരത്തെ ഉണ്ടായ ഭിന്നതയുടെ ഫലമായിട്ട് അതിൽ 2 തരത്തിൽ ഭിന്നത ഉണ്ടായി. അന്ന് CPI CPM ഉണ്ടായി. അതിനുശേഷം നക്സലൈറ്റ് എന്ന് പറയുന്ന പിന്നെ മാവോയിസ്റ്റ് എന്നറിയപ്പെടുന്ന ആ വിഭാഗങ്ങളായിട്ട് ഈ 2 സംസ്ഥാനങ്ങളിലും ആ പാർട്ടി ഛിന്ന ഭിന്നമായിട്ട് പോയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന മണ്ഡലില്ല, മണ്ഡലിന് മുമ്പേ ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് 989 ഞാൻ ആ തെരഞ്ഞെടുപ്പ് കവർ ചെയ്താണല്ലേ, ആ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ്. 989 ലോക്സഭാ തെരഞ്ഞെടുപ്പില് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ മിത്രസെൻ യാദവ് CPI-യുടെ സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്നു. അതാണ് താങ്കൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പിടിക്കുകയാണ്. അങ്ങോട്ട് ചോദിക്കാം. പട്ന നിയോജകമണ്ഡലം വലിയ കാര്യപ്പെട്ട നിയോജകമണ്ഡലം ബീഹാറിലെ, അവിടെ എത്ര തവണയാണ് രാം അവതാർ ശാസ്ത്രി CPI-യുടെ ജയിച്ചത്? ഇപ്പൊ സിറ്റിംഗ് MP ശത്രുഘ്നൻ സിൻഹയാണ് BJP-യുടെ. അതേമാതിരി തന്നെ YS രാജശേഖര റെഡ്ഡിയുടെ നിയോജകമണ്ഡലമായിട്ടുള്ള പുലിവന്തില, ആ നിയോജകമണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലായിരുന്നു. ഇപ്പൊ പാർട്ടിയോടെ പോയി. ഇതെല്ലാം മണ്ഡലിന് ശേഷം അതെ മണ്ഡലിന് ശേഷം ഉത്തർപ്രദേശിലെ കാൺപൂർ എല്ലാം ഞാൻ സഹായിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് എവിടെ പോയി? ഈ തരത്തിലുള്ള ഫോർവേഡ് കാസ്റ്റ് റിസർവേഷൻ അനുകൂലിച്ച 2 പാർട്ടിയും പോയി. നമ്മുടെ ചർച്ച വഴിമാറി പോവാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പൊ 70 വർഷം കഴിഞ്ഞു. ഈ സംവരണത്തിന്റെ പേര് എന്തിനാണ് ഈ സംവരണത്തിന്റെ പേരിൽ ആളുകളെ പല തട്ടിലാക്കി പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്റെ ചോദ്യം. നമ്മുടെ കേരളത്തിന്റെ 1-2 ജില്ല ഒഴിച്ചാൽ ഇന്നും ദരിദ്രരായി തന്നെ പല മേഖലയിലും കഴിയുകയാണ്.